നമ്മളോട് എപ്പോഴും പാരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓട്ടിസ്റ്റിക് കുട്ടികളുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ. എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ. അപ്പം നമുക്കറിയാം ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കുറച്ച് പിക്കി ഈറ്റേഴ്സ് ആയിരിക്കും. അവർക്ക് സെലക്റ്റീവായിട്ടുള്ള ഫുഡായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. ചില കുട്ടികൾ സ്വീറ്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുക, ചിലർ സ്വീറ്റ്സ് ഒട്ടും കഴിക്കാത്തവരായിരിക്കും, ചിലർ ഫ്രൂട്ട്സ് കഴിക്കും, ചിലർ കഴിക്കില്ല. അങ്ങനെയുള്ള സെലക്റ്റീവ് ഈറ്റിംഗ് ആയിരിക്കും അവരിൽ നമുക്ക് കാണുക. അപ്പോൾ പല പല സ്റ്റഡീസും വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഡയറ്റ് റെസ്ട്രിക്ഷൻ മോഡിലൊക്കെ പോകണമെന്ന് ഇതുവരെയും ഒന്നിൽ തന്നെയും പറഞ്ഞിട്ടില്ല. അതായത് സ്റ്റഡീസ് ഒന്നും അങ്ങനെ പ്രൂവൺ ആയിട്ട് നമുക്ക് വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറയുന്നത് ഗോതമ്പ് കഴിക്കരുത്, അല്ലെങ്കിൽ പാൽ ഉൽപ്പാദനങ്ങൾ കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ലിറ്ററേച്ചറിൽ നോക്കുമ്പോൾ, നമുക്ക് സ്റ്റഡീസ് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും ഒരു പ്രൂവൺ ആയിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ എപ്പോഴും ചപ്പാത്തിയും റൊട്ടിയും അല്ലെങ്കിൽ പാലും ഒക്കെ പ്രിഫർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നതിനോട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്, ഒരു ഗ്ലൂട്ടൻ അലർജി ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ കൗസ് മിൽക്ക് അലർജി ഉള്ള കുട്ടികൾക്കാണ് കൗസ് മിൽക്ക് കൊടുക്കരുത് എന്ന് പറയാറ്. പക്ഷേ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷുഗർ കണ്ടൻസ് കുറയ്ക്കണം, ഡാർക്ക് ചോക്ലേറ്റ്സിൻ്റെ യൂസ് കുറയ്ക്കണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കുട്ടികൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഒത്തിരിയും ചോക്ലേറ്റ്സ് കഴിക്കുന്ന, ഒത്തിരിയും ഷുഗർ കണ്ടൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ ബിവറേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് ആയിട്ടുള്ള ഫുഡ് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഷുഗർ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. അത് ഈ ബേക്കറി ഐറ്റംസ് തന്നെ, കേക്ക്സ്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിരിക്കുന്ന ഫുഡ്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ കുട്ടികളോട്, പാരൻസിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം എന്നുള്ളത് ഹൈ ഫൈബർ ഡയറ്റ്. ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അവർക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസസ് എപ്പോഴും കാണും, ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിരിക്കില്ല. അപ്പോൾ തന്നെ വിത്ത് ഓഫ് സ്റ്റൂൾസ് വിത്ത് ചെയ്ത് വെക്കാനുള്ളൊരു ടെൻഡൻസി വരും. അങ്ങനെ കോൺസ്റ്റിപ്പേറ്റഡ് ആവും. അപ്പോൾ അവർക്ക് ഹൈ ഫൈബർ ഡയറ്റ് കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആരും തന്നെ പറയുന്നില്ല. എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഡയറി, അതായത് എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് നമുക്ക് എഴുതി വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ആസ്മ ഡയറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഒരു ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അല്ലാതെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റും കൗസ് മിൽക്ക് അലർജി ഇല്ലാത്ത കുട്ടികൾക്ക് കൗസ് മിൽക്ക് കൊടുക്കരുത് എന്നുള്ളതും ഇതുവരെയും പ്രൂവൺ അല്ല. പിന്നെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് എപ്പോഴും അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യം പ്രൂവൺ ആയിട്ട് കുറേ സ്റ്റഡീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നുള്ള ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും.